അസ്സലാമലൈക്കും കോഴിക്കോടാണ്. അപ്പം ഇനി നമ്മൾ ഹെൽമെറ്റ് പോന്നിട്ടാണ്. മറ്റേ ഇന്നലെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഈ നേരമായപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. മറ്റേ വെയിൽ നല്ല സുഖമുണ്ട്. ഈ മഴ പരക്കണ്ടോന്ന് സംശയമുണ്ട്. കാരണം അല്ലാത്തവർക്ക് നല്ല മഴ പെയ്തിരിക്കണേ. രാവിലെ മഴ പെയ്ത് എന്താ പറയുക, നമുക്ക് രാവിലെ എന്തൊരു ഏർപ്പാടിന് ഇറങ്ങാനൊരു മടിയേക്കാരം. പിന്നെ കുറങ്ങനൊരു ഏണിന്ന് പറഞ്ഞ പോലെ മഴ വെച്ചാൻ വേണ്ടി നിൽക്കണം. ഒരു പണി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാന്ന് പറഞ്ഞത്. അതേപോലെയാണ് സംഭവം. ഏതാ ഇൻഷാല്ലാ എന്താ മറ്റൊന്നും അറിയില്ല. ഏതായാലും പോന്നിക്കണേ. ഇൻഷാല്ലാ ഒക്കെ ശരിയായിക്കോളും. ഇതായിട്ടില്ലേ നമ്മൾ നിന്ന സ്ഥലേ എന്ത് കണ്ടില്ല, ഒന്ന് അവിടെ നിർത്തിക്കണം. ഇതാണ് നമ്മളെ പള്ളീൻ്റെ അവിടെ പറഞ്ഞത്. ഞാനിവിടെ കൊണ്ടിയറം പറഞ്ഞ സ്ഥലത്ത് ഹെൽമെറ്റ് റിപ്പയറിന് വന്നിക്കണേ. അപ്പോൾ ഞാനിന്ന് മറ്റേ മൂത്രയ്ക്കാൻ വേണ്ടിയാണ് ഒരു സ്ഥലത്ത് വന്നപ്പോഴേ എൻ്റെ അപ്പുറത്ത് ചെറിയ നിസ്കാരപ്പള്ളിയുണ്ട്, പള്ളിപ്പടി എന്ന് പറയാം, കൊണ്ടിയറമ്പ് പള്ളിപ്പടി. അവിടെ നിന്നപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ ഒരു ബോർഡ് വെച്ചിരിക്കണേ. ആ ബോർഡ് ഞാൻ വായിച്ചു തരാം, ബോർഡ് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ള വാർത്തകളാണ്, നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ബോർഡാണിത്. ഇതുണ്ടോ, തൊട്ടടുത്ത മയ്യത്തും കട്ടിൽ ഉണ്ട്. ഇവിടെ ഖബർസ്ഥാനിലെ പള്ളിയാണ്. നേരെ അപ്പുറത്ത് തന്നെ കണ്ടോ, മനുഷ്യ ചിന്തിക്ക് ഒരു നിമിഷം. അതൊക്കെ ചെയ്യുമ്പോൾ 100 രൂപ വലുത്, ദൂരത്തിലൊക്കെ 100 രൂപ ചെറുത്. 1 മണിക്കൂർ തറാവി നിസ്കരിക്കാൻ വളരെ വിഷമം. ഇങ്ങനെ കൊടുത്തു കണ്ടോ. പള്ളിയിൽ കയറിയാൽ പിന്നീട് പള്ളിയിൽ ചെന്ന് 20 മിനിറ്റ് അതാ ചെയ്യാൻ വളരെ പ്രയാസം. സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. കളി കാണാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ഉറക്കം വഹിക്കാൻ തയ്യാറ്. അറിയൂ സഹോദര, നിനക്കൊരു ദിവസം വരും, അന്ന് നീ കുളിക്കില്ല, നിന്നെ കുളിപ്പിക്കും. നീ വസ്ത്രം ഉടുക്കില്ല, നിന്നെ ഉടുപ്പിക്കും. നീ പള്ളിയിൽ പോകില്ല, നിന്നെ പള്ളിയിൽ കൊണ്ടുപോകും. നീ നിസ്കരിക്കില്ല, നിൻ്റെ മേൽ നിസ്കരിക്കും. അതിനു മുമ്പ് നീ നിസ്കരിക്കുക. അതുണ്ടോ കൊണ്ടിപ്പറമ്പ് യൂണിറ്റ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. എന്ത് താടിയും തൊപ്പിണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ നല്ല പങ്കായത്തെ നമ്മളൊരു കാലക്ക് ഒരു 10-25 വയസ്സായിട്ട് ആയുസുണ്ടെങ്കിൽ 75 വയസ്സ് വരെ ജീവിച്ച് ആ 75 വയസ്സ് 80 വയസ്സ് പിന്നെ ഒരു 4-5 കൊല്ലം ഒരു 10 കൊല്ലം വലിയ ഹാജ് ഉംറയും ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ യുവത്വം, നമ്മൾ ഏത് കാലത്ത് നമ്മൾ മറ്റേ തോന്നിയത് കണ്ട പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിൽ നല്ല രീതിയിൽ ജീവിച്ചാൽ അത് നമുക്ക് ബാക്കിയുണ്ടാവും. മനുഷ്യന്മാരെ കൊണ്ട് പറയിച്ചാൽ രീതിയിൽ ജീവിച്ചാൽ നല്ല അർത്ഥമുള്ള കാര്യമാണ് പറഞ്ഞതൊക്കെ. നോമ്പൊന്നുമില്ലല്ലോ, നോമ്പില്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാമല്ലോ. മറ്റേ ഉച്ചക്ക് ചോറ് കൊട്ടേച്ച കൂട്ടാണ് അത്. നല്ല ടോപ്പ് ചക്കക്കൂട്ടാ. ഇതിക്ക് ഒന്നിൻ്റെ കുറവുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ കട്ടൻ ചായ, അതുമാതിരി കുറച്ച് വെളിച്ചെണ്ണ ജോലി ഉണ്ടെങ്കിൽ പരിപാടി നമ്പർ 1 ആയി. അതിനും ചോറിനൊക്കെ താല്പര്യമല്ല ഉച്ചക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. അപ്പം ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം എന്നും സ്ഥിരമായിട്ട് കഴിച്ചാൽ നമ്മൾ വേറെ കംപ്ലൈൻ്റ് ആവും ചെയ്യും. അപ്പം എന്താ വെച്ചാൽ രാവിലത്തെ അപ്പോൾ എന്തെങ്കിലും മതിയാറാം. വേറെ സാധനം ഉണ്ടായി പാത്രത്തിലായിക്കൊണ്ട് ആയിക്കോട്ടെ. ഇട്ടപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയായില്ലേ, രാവിലെ പെരുന്ന് വന്നപ്പെട്ടല്ലേ. ഇന്നലെ ഒരാൾ ചെറിയൊരു പണി എടുത്ത് കണ്ട് 200 റുപ്യ ഉണ്ടായിരുന്നു. 200 റുപ്യ മറ്റേ ചീരുങ്ങാണ്ട് പോയി എനിക്ക് കാണിച്ചു തന്നിട്ടില്ലേ, ഗൂഗിൾ പേ അടിച്ചിക്കാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അല്ല ആയിക്കോട്ടെ ആയിരുന്നു. ഞാനപ്പോൾ പണീൻ്റെ തിരക്കായപ്പോൾ ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. നമ്മൾ അയാളെ കുറ്റം പറയല്ലേ, ചിലപ്പോൾ അയാൾ അയച്ചു, കാരണം നമ്പർക്കാണ് അയച്ചിക്കണേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ പേടിഎമ്മിൻ്റെ ഈ സാധനം ഉണ്ട്, പേടിഎമ്മിൻ്റെ സാധനം ഉണ്ട്. ഞാനിത് റീചാർജ് ചെയ്യലില്ല, ഇതില്ല, ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് വണ്ടി തന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ബോക്സിൽ സൗണ്ട് വരുമല്ലോ. ഞാനത് ഫോണിൽ ചെക്ക് ചെയ്യുകയും ചെയ്തില്ല. അതിൽ ചുരുക്കി പറഞ്ഞാൽ അയാൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ വേറെ 1-2 ആൾക്കാർ ഗൂഗിൾ പേ അടിച്ചിരുന്നു. അതിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഗൂഗിൾ പേയിൽ പൈസ കയറിയിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ ഒലിപ്പോയിലായിരുന്നു. അപ്പോൾ ഗൂഗിൾ പേ അടിക്കുമ്പോൾ എന്ത് ചെയ്യാറിയോ, അപ്പം ഞാനാണെങ്കിലും ഈ വീഡിയോ കാണുന്ന വേറെ ആരാണെങ്കിലും ശ്രദ്ധിക്കുക, നമ്മൾ ഗൂഗിൾ പേ അടിച്ചിരിക്കണത് ഓർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാതെ നിങ്ങളിൽ എത്തിക്കണമെന്നില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നു പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, അയാളെ പേര് ഇതല്ലേന്ന് ചോദിക്കുക, എന്നിട്ട് പൈസ ഇതിൽ നിന്ന് പോയിക്കണം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഗതികേടാണത്. എന്താ പറയുക, നമുക്ക് അവകാശപ്പെട്ട പൈസ അവകാശപ്പെട്ടവർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് 10 റുപ്യ ഈ സാധനത്തിന് വിലയാണെങ്കിൽ ഇതിന് നമ്മൾ സ്കിപ്പ് പിടിച്ചാൽ അപ്പുറത്ത് 100 പോകും. 10 ഇവിടെ പോയാൽ 10 ഇവിടെ ലാഭിച്ചാൽ അവിടെ 100 പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങൾക്ക് വീഡിയോ ഗൂഗിൾ പേ അടിക്കുന്ന ആൾക്കാരാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് ഭക്ഷണം തിരഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടും പോകണ്ടാണ്. കാരണം പിന്നെ ഒരു ചായൻ്റെ ആൾ കൂടി കിട്ടാനോട് പോലല്ല. അതിലൊരു ചങ്ങായി ഇങ്ങനെ ചായറ്റ് വരുന്നുണ്ട്. അപ്പോൾ ചായയും പഴംപൊരി
ചായ മോശം ഇട്ടില്ലേ? ചായ ചെറിയ ക്ലാസ്സിലാണ്, എന്നാലും ഇൻഷാ അല്ലാഹ് വലിയ മോശമല്ല.